all. So we were discussing about viruses അല്ലേ. വൈറസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഒരു സബ് സെല്ലുലാർ പാർട്ടിക്കിളാണ്. അവർക്കൊരു ജനറ്റിക് മെറ്റീരിയലും അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ക്യാപ്സിഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ കോട്ട് മാത്രമേ ഉണ്ടാവൂ. ബാക്കി സെൽ ഓർഗനൽസ്, പ്രോട്ടോപ്ലാസം ഇതെല്ലാം ആബ്സെൻ്റ് ആണ് അല്ലേ. സോ ഈ വൈറസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആർഗ്യുമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ലിവിങ് ആണ് എന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആർഗ്യുമെൻറ്റ്സും ഉണ്ട്, അതുപോലെ നോൺ ലിവിങ് ആയതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പോയിൻറ്റ്സും ഉണ്ട്. സോ നമുക്ക് ആദ്യം അത് നോക്കാം. സോ ഫസ്റ്റ് ഒരു വൈറസ് നോൺ ലിവിങ് ആണ് എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ആബ്സെൻസ് ഓഫ് പ്രോട്ടോപ്ലാസം. നമ്മൾ പറഞ്ഞു വൈറസിന് എന്ത് മാത്രമേ ഉള്ളൂ, ഒരു ജനറ്റിക് മെറ്റീരിയൽ. ഇറ്റ് മേ ബി DNA or RNA ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ പ്രോട്ടീൻ കോട്ട്. സോ അവർക്ക് സ്പെസിഫിക് സെല്ല് ആബ്സെൻ്റ് ആണ്. സെല്ല് നമുക്കറിയാം, സെല്ല് ആബ്സെൻ്റ് ആണ്. അതുപോലെ സെല്ലിൻ്റെ ഉള്ളിലെ പ്രോട്ടോപ്ലാസം ആബ്സെൻ്റ് ആണ്. സെൽ ഓർഗനൽസ്, റൈബോസോംസ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി ബോഡീസ്, ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ആബ്സെൻ്റ് ആണ്. ആൻഡ് ദ പവർ ഫോർ എനർജി മെറ്റബോളിസം. എനർജി മെറ്റബോളിസം എന്താണ്? ഗ്ലൂക്കോസിൽ നിന്ന് ATP നമുക്കറിയാം, ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ATP എനർജി പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾ, ഇലക്ട്രോൺ ചെയിൻ ട്രാൻസ്ഫർ, ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ഇവർക്ക് ആബ്സെൻ്റ് ആണ്. ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്. നമുക്കറിയാം എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ്. ആൻഡ് ഈ പ്രോട്ടീൻസ് എല്ലാ ഓർഗാനിസത്തിൻ്റെ ഉള്ളിലും ഫോം ചെയ്യുന്നുണ്ട്. പ്രോകാരിയോട്ട്, അതായത് ബാക്ടീരിയയിലാണെങ്കിലും അല്ലെങ്കിൽ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിലാണെങ്കിലും എന്ത് നടക്കുന്നുണ്ട്? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട് DNA-യിൽ നിന്ന് RNA ഫോം ചെയ്യും. RNA യൂസ് ചെയ്തിട്ട് പ്രോട്ടീൻ ഫോർമേഷൻ ഉണ്ട്. സോ ഇങ്ങനെയുള്ള പ്രോസസ്സുകളെല്ലാം വൈറസിൽ ആബ്സെൻ്റ് ആണ്. സോ അത് ലിവിങ് അല്ല എന്നാണ് പറയുന്നത്. ദെൻ ഇനബിലിറ്റി ടു പെർഫോം ലൈഫ് പ്രോസസ്സസ് ഔട്ട്സൈഡ് ലിവിങ് ഹോസ്റ്റ് സെൽ. നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഈ വൈറസുകൾ ഇനേർട്ടാണ്, അവർ നോൺ ലിവിങ് ആണ്. പക്ഷേ വൺസ് അവരൊരു ഹോസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ അവർ ലിവിങ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുള്ളൂ. ഓക്കെ. So outside living cells, viruses are inert particles. Viruses cannot grow but can only replicate and multiply. നമ്മൾ പറഞ്ഞു എല്ലാ ഓർഗാനിസവും വലുതാവും, ഗ്രോ ചെയ്യും. പക്ഷെ വൈറസിന് ഗ്രോ ചെയ്യില്ല. അവർക്കൊരു ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും, പ്രോട്ടീൻ കോട്ടും ഉണ്ടാവും, ദാറ്റ്സ് ഓൾ. അവർ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ? ബൈ യൂസിങ് ഹോസ്റ്റ് മെഷീനറി. ഹോസ്റ്റിൻ്റെ സെല്ലുലാർ മെക്കാനിസത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തിട്ട് അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്ത് അവരെ കൊണ്ട് ഇവരുടെ ജനറ്റിക് മെറ്റീരിയലും പ്രോട്ടീൻ കോട്ടും ഫോം ചെയ്യുക. സോ ദേ cannot grow. Viral multiplication is different from the reproduction of other living organism. നമ്മൾ ബാക്കി എല്ലാ ഓർഗാനിസം നോക്കിയാലും അവർ റീപ്രൊഡ്യൂസ് ചെയ്യും, ഒന്നെങ്കിൽ അസെക്ഷൽ മെത്തേഡ് വഴി, അതായത് ബൈനറി ഫിഷൻ. ദെൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കോൺജുഗേഷൻ അല്ല, ബൈനറി ഫിഷൻ, അതുപോലെ ബഡ്ഡിങ്, ഇങ്ങനെയുള്ള അസെക്ഷൽ മെത്തേഡ്, സ്പോർ ഫോം ചെയ്തിട്ടൊക്കെ ഫോം ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ സെക്ഷുവലായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് റീപ്രൊഡക്ഷനിൽ നിന്ന് വ്യത്യാസമായിട്ട്, അതായത് ഹോസ്റ്റിനെ യൂസ് ചെയ്തിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. വൈറസസ് കനോട്ട് റീപ്രൊഡ്യൂസ് ബൈ ഫിഷൻ. ഫിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതായത് പാരൻറ്റ് ബോഡി ബ്രേക്ക് ഡൗൺ ആയിട്ട് രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറുക. അവർക്ക് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഒരു കോപ്പി ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് ഓരോ ഡോട്ടർ സെല്ലിലോട്ടേക്കും ഓരോ കോപ്പി ഓഫ് ജനറ്റിക് മെറ്റീരിയലും പാസ് ചെയ്യും. Viruses can be crystallized to a dry inert form and such crystals can remain dormant for a longer time. Okay, അതായത് വൈറസിനെ ഡ്രൈ ഇനേർട്ട് ഫോമിൽ നമ്മൾക്ക് ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും. ഇനി വൈറസ് ലിവിങ് ഓർഗാനിസം ആണ് എന്ന് പറയാനുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വൈറസസ് പോസസ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ അല്ലേ. നമ്മൾ വൈറസിൻ്റെ സ്ട്രക്ചർ തന്നെ പറഞ്ഞു. അവരിൽ എന്താണ്? ജനറ്റിക് മെറ്റീരിയൽ, അത് ഒന്നെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതായത് DNA ആവാം, അല്ലെങ്കിൽ റൈബോ ന്യൂക്ലിയസ് ആവാം, RNA ആവാം. നമുക്കറിയാം ഒരു ലൈഫിൻ്റെ ഏറ്റവും ബേസിക് ഫോം എന്ന് പറയുന്നത് ഈ ജനറ്റിക് മെറ്റീരിയലാണ്, അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡാണ്. ലൈഫിൻ്റെ ഒറിജിനേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഫോർമേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡാണ് അല്ലേ. സോ ദേ പോസസ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ.
ദേ ക്യാൻ അണ്ടർഗോ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മ്യൂട്ടേഷൻ. അവർ ഹോസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഹോസ്റ്റിനെ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം അതുപോലെ വൈറസുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കൊറോണ വൈറസ് തന്നെ നമുക്കറിയാം ലിവിങ് സെല്ലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പല ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ഉണ്ടായിട്ട് പല സ്ട്രെയിൻസ് ഓഫ് വൈറസ് ഫോം ചെയ്യുന്നുണ്ട്. സോ ഈ മൾട്ടിപ്ലിക്കേഷൻ മ്യൂട്ടേഷൻ എന്നുള്ളത് ഒരു ലിവിങ് പ്രോപ്പർട്ടിയാണ്. വൈറസസ് ബിഹേവ് ആസ് ഇൻട്രാസെല്ലുലാർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് അല്ലേ, അതായത് ഹോസ്റ്റിൻ്റെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആയിട്ടാണ് അവർ നടക്കുന്നത്. ഒബ്ലിഗേറ്റ് എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഹോസ്റ്റ് ഓർഗാനിസം നിർബന്ധമാണ് അല്ലേ. ഹോസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. So within the host they switch off or inactivate the DNA and the genetic machinery of the host cell, and using their own genetic apparatus instruct the host cell to make new viral copies. അതായത് വൈറസുകൾ ഹോസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ ആദ്യം അവരെന്താ ചെയ്യുക, ആ ഹോസ്റ്റിൻ്റെ ജനറ്റിക് മെഷീനറി അല്ലെങ്കിൽ അവരുടെ DNA ഇനാക്ടിവേറ്റ് ചെയ്യിക്കും. അവർ എന്നിട്ട് എന്ത് ചെയ്യും, ആ ഹോസ്റ്റിൻ്റെ ജനറ്റിക് അപ്പാരിറ്റസിൻ്റെ കൺട്രോൾ അങ്ങ് ഏറ്റെടുക്കും. എന്നിട്ട് ഈ ഹോസ്റ്റിന് ഇൻസ്ട്രക്റ്റ് ചെയ്യും എന്ത്, വൈറസുകളുടെ പുതിയ കോപ്പീസ് ഉണ്ടാക്കാൻ. അതായത് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ DNA ഓർ RNA അതും പ്രോട്ടീനും ഉണ്ടാക്കാൻ ഹോസ്റ്റിനെ ഇൻസ്ട്രക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെ ഒരു ലിവിങ് പ്രോപ്പർട്ടിയാണ്. ക്രിസ്റ്റലൈസ്ഡ് വൈറസസ് വെരി വെൽ പ്രിസർവ് ദെയർ ലൈഫ് പ്രോപ്പർട്ടീസ്. അതായത് വൈറസിനെ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലൈസ് ചെയ്ത് വെക്കാം ഇനേർട്ടായിട്ടാണ്. ഇവർക്ക് ലിവിങ് പ്രോപ്പർട്ടീസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. Viruses have the power of irritability or responsiveness, and they can readily respond to chemicals, heat and radiation. അതായത് അവർ സെൻസിറ്റീവാണ്. കെമിക്കൽസ്, ഹീറ്റ്, റേഡിയേഷനൊക്കെ കൊടുത്താൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ജീവനുള്ള സാധനത്തിനെല്ലാം അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. വൈറസസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം ഇൻഫെക്റ്റഡ് ഹോസ്റ്റ് ടു അൺഇൻഫെക്റ്റഡ് വൺസ്. സോ ഇത്രയ്ക്കുമാണ് അവർ ലിവിങ് ആണ് എന്ന് ഇതിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഉള്ളത്. സോ ഇപ്പോഴും അതൊരു ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഏതായാലും നമ്മളുടെ നോർമൽ അറ്റ്മോസ്ഫിയറിൽ വൈറസസ് ഇനേർട്ട് അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടാണ് ഉണ്ടാവുക. ബട്ട് വൺസ് ദേ എൻ്റർ ഇൻസൈഡ് ദി ഹോസ്റ്റ് ഓർഗാനിസം ദേ ഷോ ലിവിങ് പ്രോപ്പർട്ടീസ്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് മെഡിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് വൈറസ് ആണ്. അതായത് നമുക്കറിയാം അവർ എന്തിനാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത്. വൺസ് വൈറസ് ഒരു ഹോസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ അവരുടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമല്ല നോക്കുന്നത്, പകരം എന്താണ് ആ ഒരു ഹോസ്റ്റിന് ഒരുപാട് ഡിസീസസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഹോസ്റ്റിന് ഒരുപാട് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ കൊറോണ വൈറസ് തന്നെ എത്ര ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഹ്യൂമൻ ബീങ്സിനെ എഫക്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഓരോ വൈറസിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അവർക്ക് എതിരെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള വാക്സിൻസ് അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരുപാട് വൈറസുകൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അവർ പല ടൈപ്പ് ഡിസീസസ് ആനിമൽസിനാണെങ്കിലും ഹ്യൂമൻ ബീങ്സിനാണെങ്കിലും കൊടുക്കുന്നുണ്ട്. ഫസ്റ്റാണ് കോമൺ കോൾഡ്, അതുപോലെ റാബീസ് എന്ന് പറയുന്നത് പേവിഷബാധ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതാണ് റാബീസിനുള്ള വാക്സിനേഷൻ ഫസ്റ്റ് കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്ചറാണ്. ദെൻ യെല്ലോ ഫീവർ, എയ്ഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈറസ് അല്ലേ. വൈറൽ ഡിസീസസ് മേ ബി സ്പൊറാഡിക് ആയിരിക്കാം, അതായത് മംസ്, ദെൻ എൻഡമിക് ഡിസീസസ് ഉണ്ടാവും, റാബീസ്, ദെൻ മീസിൽസ്, ഇൻഫ്ലുവൻസ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓഗോഞ്ചനിക് വൈറസുകളുണ്ട്, അതായത് ക്യാൻസറസ് ആയിട്ടുള്ള വൈറസുകളും പ്രസൻസ് ആണ്. അതായത് ചില വൈറസ് ഹെർബ് സിംപ്ലക്സ് വൈറസ് എന്നൊക്കെ പറയും. ഈ ഹെർബ്സ് വൈറസുകൾ ക്യാൻസറസ് ആണ്, അതായത് ഹോസ്റ്റിന് ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസുകളാണ്. ആൻഡ് ദേ ക്യാൻ കോസ് ക്യാൻസർ ഇൻ ബേർഡ്സ് ആൻഡ് സം മാമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്. സോ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈറസുകൾ കാരണം ഉണ്ടാകുന്നുണ്ട്.